ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ എന്ന് വിചാരിച്ചാൽ മാക്സിമം ഒരു 20% ഉള്ളൂ. ബാക്കി 80% വിദ്യാർത്ഥികൾക്കും ലോകോത്തര നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാറണം. ഇത് മാറണമെങ്കിൽ കേരള സിലബസും ഈ CBSE സെൻട്രൽ സിലബസും എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ സിലബസിലേക്ക് മാറണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ 2 സൈഡിലും 4 നിര വെച്ച്, ഒരു നിരയിൽ 4, അങ്ങനത്തെ 4 നിര വെച്ച് 2 സൈഡിലും വിദ്യാർത്ഥികൾക്ക് ഒരു മേശ, ആ മേശയിൽ ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കൊടുക്കുക. ഒരു പുള്ളിക്ക് ഒരു കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും വച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ സ്ക്രീന് മാറ്റിയിട്ട് മറ്റേ ബോർഡ് മാറ്റിയിട്ട് സ്ക്രീനാക്കണം. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ആക്കിയിട്ട് പിള്ളേരെ അതിൻ്റെ അകത്തേക്ക് ആക്കുക. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാൻ ടീച്ചർക്ക് സെൻറ്ററിലൂടെ അതൊക്കെ നടന്നുപോയി നിരീക്ഷിക്കാനും കഴിയും. അതുപോലെ തന്നെ പഠന മേഖലയിൽ പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് പഠന നിലവാരം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ നമ്മൾ പൊതുസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. എല്ലാ മേഖലയിലും വിദ്യാർത്ഥികളെ 1-2 ദിവസം അതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് ഈ മറ്റേ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടും എല്ലാം കേൾക്കാനും അപ്പോൾ അവർക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ പല മാറ്റങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് ഇനിയൊരു ലോകോത്തര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയായി നമുക്ക് ഇന്ത്യക്ക് മാറാൻ കഴിയുള്ളൂ.